Hello, good evening. So welcome to Tackle Learning App. നമ്മുടെ +1 ഫിസിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് 3 ചാപ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. ചാപ്റ്ററിൽ പ്രാധാന്യം അർഹിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. നിങ്ങൾ ചാപ്റ്റർ എല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, യെസ്. ഇല്ല, വിളിച്ചിട്ടില്ല. ഓക്കെ, നൗ ലിസൺ. അപ്പൊ നമ്മള് ആദ്യം നമ്മളെ ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഫ്ലൂയിഡ്സ് കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് സോളിഡ്സിലേക്ക് പോവാം. റൈറ്റ്? ഓക്കെ, സോ നമ്മൾ ഫ്ലൂയിഡ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നോക്കടാ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ലിസൺ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. ദ ആന്റിസെപ്റ്റിക്സ് യൂസ്ഡ് ഫോർ കട്ട്സ് ആൻഡ് വൗണ്ട്സ് ഇൻ ഹ്യൂമൻ ഫ്ലഷ് ഹാവ് ലോ സർഫസ് ടെൻഷൻ ഡ്യൂ ടു ലോ. അത് നമ്മൾ ഡെറ്റോളൊക്കെ ഈ ഡെറ്റോളിനൊക്കെ ലോ സർഫസ് ടെൻഷനാ. എന്തിനാ ലോ സർഫസ് ടെൻഷൻ ആക്കിയത്? ലോ സർഫസ് ടെൻഷൻ ആയതുകൊണ്ട് മുറിവിലൊക്കെ പരട്ടുമ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. ഓക്കെ, ആയിക്കോട്ടെ. ഡ്യൂ ടു ലോ സർഫസ് ടെൻഷൻ ദേ സ്പ്രെഡ് ഓവർ ദ ബൗണ്ട്സ് ഈസിലി. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് തന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഈസ്. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്താണ്? തീറ്റന്റെ കൃത്യമായ വാല്യൂ പറയാൻ പറ്റില്ല. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒരു കാര്യം പറയാൻ പറ്റും, തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെന്നുള്ളത് പറയാൻ പറ്റും. സോ ഹിയർ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർഫസ് ടെൻഷൻ കോസസ് capillarity. Define capillarity and arrive at the expression for capillary rise in terms of surface tension. ആദ്യം എന്താണ് capillarity എന്നുള്ളത് നിങ്ങൾ പറയണം. എന്താ മക്കളെ capillarity എന്ന് പറഞ്ഞാൽ? capillarity എന്ന് പറഞ്ഞാൽ ലിസൺ മക്കളെ, ഒരു ബീക്കറിൽ കുറച്ച് ലിക്വിഡ് എടുക്കുക. ആ ലിക്വിഡിലേക്ക് നമ്മൾ എന്ത് ഇമ്മേഴ്സ് ചെയ്യുക? ഒരു നാരോ ട്യൂബ് ഇമ്മേഴ്സ് ചെയ്യുക. അപ്പോൾ ഈ നാരോ ട്യൂബിൽ ഉണ്ടാകുന്ന ഈ ലിക്വിഡ് ലെവലിൽ ഉണ്ടാകുന്ന റൈസ് അല്ലെങ്കിൽ ഫോൾ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കാപ്പിലാരിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് റൈസ് ഓർ ഫോൾ ഇൻ ദ ലെവൽ ഓഫ് ലിക്വിഡ് ഇൻസൈഡ് എ കാപ്പിലറി ട്യൂബ് വെൻ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. അപ്പോൾ ഒരു കാപ്പിലറി ട്യൂബ് ഒരു കാപ്പിലറി ട്യൂബ് ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡിന്റെ ലെവലിൽ ഉണ്ടാകുന്ന റൈസ് ഓർ ഫോൾ എന്ന ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? കാപ്പിലാരിറ്റി. ഡിഫൈൻ ചെയ്യുക ആദ്യം. പിന്നെ പറഞ്ഞത് എന്താണ്? കാപ്പിലറി റൈസിന്റെ എന്ത് പറയണം? എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. കാപ്പിലറി റൈസ് ഞാൻ ഇവിടെ പറയാൻ പോവാ മക്കൾ. നോക്കടാ, ഇവിടെ കാപ്പിലറി റൈസ് പറയുമ്പോൾ ഇവിടെ കോൺകേവ് മെനിസ്കസ് മസ്റ്റാ, എന്നാലേ കാപ്പിലറി റൈസ് ഉണ്ടാവുള്ളൂ. കോൺവെക്സ് മെനിസ്കസ് ആണെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ ആണ് ഉണ്ടാവുക. റൈറ്റ്? ഓക്കെ, സോ ഇവിടെ കോൺകേവ് മെനിസ്കസ് ആണ്. അത് ഞാൻ അവിടെ വലുതാക്കി വരക്കുകയാണെങ്കിൽ നോക്കടാ, ലിസൺ, വലുതാക്കി വരക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. കണ്ടോ? ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈ രീതിയിലേക്ക് നമുക്ക് കാണിക്കാം. ഇവിടെ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ, ഇത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അത് സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് ആണ്, എഫ്. ഓക്കെ, ആ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് ഈ ചുറ്റും ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടുത്തെ റേഡിയസ് r ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് എസ് ഇസ് ഈക്വൽ ടു എന്താണ്? F/2πr ആണ്. സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് എന്താണ്? 2πr × s ആണ്. കൂടാതെ ഈ സർഫസ് ചുറ്റും ഫോഴ്സ് ഉണ്ടാവും. അത് ഞാൻ ഒറ്റൊന്നാക്കി കാണിച്ചതാണ്. ആ ഫോഴ്സിന് 2 കമ്പോണൻസ് ഉണ്ടാവും മക്കളെ. ഏതൊക്കെയാണ്? ഒന്ന് ഇങ്ങനെ കാണാം, ദിസ് ഈസ് F sin θ ആൻഡ് വെർട്ടിക്കൽ കമ്പൗണ്ട് ഈസ് F cos θ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലിക്വിഡ് h ഹൈറ്റിലേക്ക് പൊങ്ങിയില്ലേ? ആ h ഹൈറ്റിലേക്ക് ലിക്വിഡ് പൊങ്ങാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ടാണ്.
അപ്പോൾ ഈ ഫോഴ്സിന്റെ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ആ ലിക്വിഡിനെ മുകളിലേക്ക് പൊക്കിയത്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് ആണ് ഇത്രയും എന്ത് ലിക്വിഡിനെ പൊക്കിയത്. അപ്പോൾ ഇത്രയും ലിക്വിഡിന്റെ വെയിറ്റ് ഈ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം, എന്ത് പറയാം? എഫ് കോസ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് റൈസ്ഡ്. ഓക്കെ, സോ എം ജി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി ആണ്. ദാറ്റ് ഈസ് എഫ് കോസ് തീറ്റ. സെറ്റ് ആണല്ലോ? ഇനി എന്താ മക്കളെ വോളിയം? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഈ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ആ വോളിയം എത്ര ഉണ്ടാവുക? ഏരിയ ഇൻറ്റു ഹൈറ്റ് ഉണ്ടാവും ഇൻറ്റു ജി ഉണ്ടാവും, അല്ലേ? ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് എന്താ? എഫ് എന്ന് പറഞ്ഞാൽ 2πrs cos theta ആണ്. Now 2πrs cos theta is equal to rho into what is area? pi r square ആണ് എന്ത്? ഏരിയ ഇൻറ്റു എന്തുണ്ട്? എച്ച് ഉണ്ട് ഇൻറ്റു എന്തുണ്ട്? ജി ഉണ്ട്. ഒരാറും കട്ട്, ഒരു പൈയും കട്ട്. സോ ബാക്കി എന്താ ഉണ്ടാവുക? എച്ച് ഇസ് ഈക്വൽ ടു 2s cos theta by r rho g എന്നുണ്ടാവും. ഇതാണ് നമ്മളെ എന്തിൻ്റെ എക്സ്പ്രഷൻ? കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കാപ്പിലറി ട്യൂബ് വാട്ടർ റൈസസ് ടു എ ഹൈറ്റ്. വാട്ടർ ഒരു ഹൈറ്റിലേക്ക് റൈസ് ചെയ്തു. If the capillary tube is inclined at an angle 60 degree with the vertical, what will be the length of the volume? What is the length of water column in the tube? മക്കളെ ശ്രദ്ധിക്കും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബീക്കറിൽ ഞാൻ ഒരു ലിക്വിഡ് എന്തോ ഉണ്ട്, ഇതൊരു ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ഈ ലിക്വിഡിൽ ഞാൻ ഒരു എന്ത് വെച്ചു? ഒരു കാപ്പിലറി ട്യൂബിനെ വെച്ച സമയത്ത് അങ്ങനെ വെച്ചപ്പോണ്ട് ആ കാപ്പിലറി ട്യൂബിൽ എച്ച് ഹൈറ്റിലേക്ക് ലിക്വിഡ് റൈസ് ചെയ്തു. എത്ര? എച്ച് ഹൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഈ ട്യൂബിനെ ഞാനൊന്ന് ചെരിക്കുകയാണ്. ഈ ട്യൂബിനെ ഞാനൊന്ന് ചെരിച്ചു നോക്കിയാൽ ഈ ട്യൂബ് ഞാനൊന്ന് ചെരിച്ചാൽ ലൈക്ക് ദിസ്, ഇങ്ങനെ ട്യൂബ് ഒന്ന് ഞാൻ ചെരിച്ചു വെച്ചാൽ എന്താ സംഭവിക്കുക? അങ്ങനെ ചെരിച്ചു വെച്ചാൽ എത്ര നീളത്തിലാണ് ഈ ലിക്വിഡ് ഉണ്ടാവുക? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. മക്കളെ നോക്കൂട്ടോ, ഈ നീളമാണ് നമ്മോട് കാണാൻ പറഞ്ഞത് കേട്ടോ. അപ്പോഴും ഈ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഈ ഹൈറ്റും എന്തെന്നായിരിക്കും? എച്ച് എന്നായിരിക്കും. സോ ദിസ് ഹൈറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എച്ച്. പിന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഈ ഒരു ആംഗിൾ തീറ്റയാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് തീറ്റ. അപ്പോൾ നമ്മൾ അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ എന്താ? ഇത് 90 മൈനസ് തീറ്റ. ഇതെന്താ? എച്ച്. ഇതെന്താ? എൽ. ഇതെന്താ? തീറ്റ. അവിടെ നമ്മൾ കാണാൻ പറഞ്ഞത് ഈ എല്ലിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എച്ച് ആണ് കാണാൻ പറഞ്ഞത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കോസ് തീറ്റ അങ്ങ് എടുക്കും. വാട്ട് ഈസ് കോസ് തീറ്റ? എച്ച് ബൈ എൽ ആണ്. വാട്ട് ഈസ് എൽ? എച്ച് ബൈ കോസ് തീറ്റ ആണ്. സോ വാട്ട് ഈസ് എൽ? അപ്പോൾ എത്ര ലെങ്ത്തിലേക്കാണ് ഈ വെള്ളം ഉണ്ടാവുക ഈ ട്യൂബിൽ? എൽ ലെങ്ത്. ആ എൽ എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ബൈ കോസ് തീറ്റയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ സോൾവ് ചെയ്തോളണം. ബിക്കോസ് നിങ്ങളെ കോൺസെപ്റ്റ്, അപ്പം നിങ്ങൾ കാപ്പിലറി ട്യൂബ് ചെരിച്ച് വെച്ചാലും നേരെ വെച്ചാലും ഒക്കെ അത് പൊങ്ങുന്ന ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു സാധനങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അത് ഇങ്ങനെ വെച്ചാലും അത് പൊങ്ങുന്ന ഹൈറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Viscosity is a frictional force in fluids ആണ്. When a small metal ball is falling through a viscous medium, what are the various force on it? അതായത് ഒരു വിസ്കസ് മീഡിയം ഉണ്ട്, ഒരു മീഡിയമാണ്, ഒരു വിസ്കസ് മീഡിയം, വിസ്കോസിറ്റി ഉള്ള ഒരു മീഡിയം, ഒരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ. ആ ഫ്ലൂയിഡിലൂടെ ഒരു എന്ത് താഴേക്ക് വീഴുന്നുണ്ട് മക്കളെ? ഒരു സ്ഫിയർ താഴേക്ക് വീഴുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സുകൾ ഏതൊക്കെ? ഒന്ന് അതിൻ്റെ വെയിറ്റ്, ഒന്ന് മുകളിലേക്കായിട്ട് അതിൻ്റെ ബോയൻ ഫോഴ്സ്, പിന്നെ മുകളിലേക്കായിട്ട് ഡ്രാഗ് ഫോഴ്സ്. ഈ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുക. ബോയൻ ഫോഴ്സ്, ഡ്രാഗ് ഫോഴ്സ്, ഇറ്റ്സ് വെയിറ്റ്. ഇത് മൂന്നുമാണ് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. ഇനി യൂസിങ് ദിസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ. എന്താണ് എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി? മക്കളെ നോക്ക്, ഒരു സോളിഡ് സ്ഫിയർ ഒരു ഫ്ലൂയിഡിൽ കൂടെ താഴേക്ക് വീഴുന്ന സമയത്ത് അത് അറ്റൈൻ ചെയ്യുന്ന ടെർമിനൽ വെലോസിറ്റി കാണണം. എപ്പോഴാണ് ടെർമിനൽ വെലോസിറ്റി എത്താന്ന് ചോദിച്ചാൽ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവാത്ത ഒരു ഇൻസ്റ്റന്റ് ഉണ്ട്. വെലോസിറ്റി എപ്പോഴാണ് ഇൻക്രീസ് ആവാതിരിക്കുക ചോദിച്ചാൽ നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ.
നെറ്റ് ഫോഴ്സ് എപ്പോഴാണ് 0 ആവുക എന്ന് ചോദിച്ചാൽ അടിയിലേക്കുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും ഈക്വൽ ആകുമ്പോൾ. അടിയിലേക്കുള്ള ഫോഴ്സ് ആണ് മക്കളെ എന്ത്? വെയിറ്റ്. മുകളിലേക്കുള്ള ഫോഴ്സ് ആണ് ഏത്? ഡ്രാഗ് ഫോഴ്സിന്റെയും ബോയിൻ ഫോഴ്സിന്റെയും സമ്മ്. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു ഡ്രാഗ് ഫോഴ്സ് പ്ലസ് ബോയിൻ ഫോഴ്സ്. വെയിറ്റ് ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി നാക്കി, മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം നാക്കി. ഡെൻസിറ്റി ഓഫ് ആര്? സോളിഡ് ബോഡി, ഇതിന്റെ ഡെൻസിറ്റി ഓക്കെ ഇസ് ഈക്വൽ ടു എന്താ? ഡ്രാഗ് ഫോഴ്സ് 6 പൈ ഈറ്റ ആർ. ഞാൻ വെലോസിറ്റിയെ വി ടി എന്ന് എഴുതും. ഓക്കെ, പ്ലസ് എന്താ ബോയിൻ ഫോഴ്സ്? ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ബോഡിയുടെ അത്രയും വോളിയം ഓഫ് ലിക്വിഡ് ആണ്, അതിന്റെ വെയിറ്റ് ആണ്. ആ എത്രയും മക്കളെ ഉണ്ടാവുക? അതുണ്ടാവുക റോ ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് സോൾട്ട് ഇൻറ്റു ജി ആണ് അതുണ്ടാവുക. ഞാൻ ഈ ടേമിനെ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താ വരിക മക്കളെ? റോ എസ് മൈനസ് റോ എഫ് ഇൻറ്റു എന്താണ്? വി ജി ഇസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി ടി എന്നുണ്ടാവും. യെസ് വിസാർഡ് പറയടാ. ഓക്കെ ഉണ്ടാവും. സോ ഇവിടുന്ന് ഞാൻ പറയുന്നു റോ എസ് മൈനസ് റോ എഫ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം. വോളിയം എന്ന് പറയടാ വിസാർഡെ. ബയോളജി എനിക്ക് അറിയടാ, ബയോളജി ഞാനും അറിയാത്തവനാട്ടോ. 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു എന്താണ്? 6 പൈ ഈറ്റ ആർ വി ടി. ഓക്കെ, സോ ദിസ് ഈ ആറും കട്ടാവും. ഇവിടെ ബാക്കി രണ്ടുണ്ടാവും. ഈ പൈയും കട്ടാവും. ഈ 6ഉം ഈ 4ഉം കട്ടായിട്ട് ഇത് 2ഉം ഇത് 3ഉം ആയിട്ട് മാറും. സോ ബാക്കി ഉണ്ടാവും. ക്ലാസ് ഉണ്ടാവും. ക്ലാസ് നടക്കുന്നുണ്ട്. പ്രീവിയസ് ഇതിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, അത് കാണാം കേട്ടോ ബയോളജിന്റെ കേസിൽ വിസാർഡ്. ഓക്കെ, സോ നോക്ക്. നെക്സ്റ്റ് വൺ ഈസ് ഇവിടെ ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തുമ്പോൾ റോ എസ് മൈനസ് റോ എഫ് ഇൻറ്റു 2/3 ഇൻറ്റു ആർ സ്ക്വയർ ജി ഇസ് ഈക്വൽ ടു എന്താ വരിക? 3 ഈറ്റ വി ടി എന്നുണ്ടാവും. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് വി ടി? 3 ഈറ്റ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2/3 എന്നുള്ളത് 2/9 ഈറ്റ എന്ന് എഴുതാം. പിന്നെ ആർ സ്ക്വയർ ജി ഉണ്ട്, പിന്നെ റോ എസ് മൈനസ് എന്തുണ്ട്? റോ എഫ് ഉണ്ട്. ഇതാണ് നമ്മളുടെ എന്ത് വരിക? എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി വരിക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നൗ വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് വൺ ഈസ് ബി ക്വസ്റ്റ്യൻ. റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി. വൈ? ഇപ്പൊ പറഞ്ഞ തന്നെ കാരണം റെയിൻ ഡ്രോപ്പ് താഴേക്ക് വീഴും തോറും അതിന്റെ വെലോസിറ്റി കൂടി വരും. വെലോസിറ്റി കൂടി ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ there is no further increase in velocity. കാരണം എന്താണ്? റെയിൻ ഡ്രോപ്പിൽ ഡ്രാഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് at a particular instant net force on rain drop becomes 0. Then its velocity becomes terminal velocity and then its velocity will not increase further. അതായത് ഇതിന്റെ ആൻസർ ആയി നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അതായത് ഡ്രാഗ് ഫോഴ്സ് ഈ റെയിൻ ഡ്രോപ്പിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും റെയിൻ ഡ്രോപ്പുള്ള നെറ്റ് ഫോഴ്സ് എന്താകും? 0 ആകും. നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല, അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യില്ല. അതുകൊണ്ട് റെയിൻ ഡ്രോപ്പ് ഒരിക്കലും ഹൈ വെലോസിറ്റിയിലേക്ക് റീച്ച് ചെയ്യില്ല. നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കൺസിഡർ ദ ഫോളോയിങ് ഓഫ് എ ലിക്വിഡ് ത്രൂ എ പൈപ്പ് ഓഫ് വേരിയസ് ക്രോസ് സെക്ഷൻ. വേരിയസ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പ് എടുക്കുന്നു, അതിലൂടെ ആര് പോകുന്നുണ്ടാ? ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ. ഇതിലൂടെ ഒഴുകുന്ന ഈ ഒരു ലിക്വിഡിന്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതാനേ പറഞ്ഞുള്ളൂ. ഇത് A1 ആണ്, ഇവിടുത്തെ വെലോസിറ്റി V1 ആണ്, ഇവിടെ ഏരിയ എന്താണ്? A2 ആണ്, അവിടുത്തെ വെലോസിറ്റി എന്താണ്? V2 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ വരിക? A1 V1 is equal to A2 V2. ഓക്കെ, ശരിക്കും ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ എന്താ? അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോ റേറ്റ്, റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഫ്ലോ റേറ്റ് എന്നൊക്കെ വിളിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ എ ഫിഗർ ആൻഡ് ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ. നിങ്ങൾ ബെർണോളിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ശരിക്കും ബെർണോളിന്റെ ഇക്വേഷൻ എവിടെ നിന്നാണ് വന്നത്? കൺസർവേഷൻ ഓഫ് എന്താണ്? എനർജിയിൽ നിന്നാണ് വന്നത് അല്ലേ? സോ ബെർണോളിന്റെ ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഒരു പൈപ്പ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഒരു പൈപ്പ് കൺസിഡർ ചെയ്തു. ഈ ഒരു പൈപ്പ് കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു പൈപ്പിന്റെ ഈ സെക്ഷൻ ഞാൻ H1 ഹൈറ്റിൽ അറേഞ്ച് ചെയ്യും. എന്താണ്? ഞാൻ H2 ഹൈറ്റിലും എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യുന്നു. സോ ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് എന്താണ്? F1 ആണ്. ഇവിടെ എത്തുമ്പോൾ ഫോഴ്സ് എന്താ വരിക മക്കളെ? F2. ഇങ്ങോട്ട് കാണിക്കാം, റൈറ്റിലും കാണിക്കാം. അപ്പോൾ F2 ആണ് ഫോഴ്സ്. നൗ ഡെൽറ്റ x1 ഡിസ്പ്ലേസ്മെന്റ് ആ ഫ്ലൂയിഡ് ഇവിടെ എൻറ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ഡെൽറ്റ x2 ഡിസ്പ്ലേസ്മെന്റ് ആ ഫ്ലൂയിഡ് ഇവിടുന്ന് ലീവ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഏരിയ A1 ആണ്, ഇവിടുത്തെ വെലോസിറ്റി V1 ആണ്, ഇവിടുത്തെ പ്രഷർ P1 ആണ്, ഇവിടുത്തെ ഏരിയ A2 ആണ്, വെലോസിറ്റി V2 ആണ്, ഇവിടുത്തെ പ്രഷർ P2 ആണ്. ഓക്കെ, ഫോഴ്സ് നമ്മൾ കാണിച്ചു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഒന്നും പറയാൻ പറ്റൂല, ചിലപ്പം പ്രോബ്ലംസ് ചോദിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ ഫുള്ള് പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ തിയറിയും പ്രോബ്ലംസും ഡെറിവേഷൻസും മിക്സ് ചെയ്തുകൊണ്ട് ചോദിക്കും. മിക്കവാറും നിങ്ങൾക്ക് തിയറിയും അതുപോലെ തന്നെ ഡെറിവേഷൻസും എന്നൊരു കോമ്പിനേഷനിലായിരിക്കും ചിലപ്പോൾ അധികവും വരിക. പ്രോബ്ലം കുറഞ്ഞ മാർക്കിലേക്കും ചോദിക്കേണ്ടാവുക. അത് പ്രോബ്ലം, തിയറി, ഡെറിവേഷൻ ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഇപ്പം, കാരണം അത് എക്സാം തന്നെ വേണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഏരിയാസും പെർഫെക്റ്റ് ആയി പഠിച്ചു വെക്കുക. പറ്റുന്ന അത്രയും ന്യൂമറിക്കൽ പ്രോബ്ലംസും എന്ത് ചെയ്യുക, ചെയ്ത് സോൾവ് ചെയ്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. സോ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് ഡൺ അറ്റ് ദ ഫസ്റ്റ് സെക്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് ദ വർക്ക് ഡൺ അറ്റ് ദ ഫസ്റ്റ് സെക്ഷൻ. ഇവിടെ ഫ്ലൂയിഡ് ചെയ്യാൻ കഴിയുന്ന വർക്ക് ഡൺ പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഇവിടുത്തേതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വർക്ക് എനർജി തിയറം വെച്ച് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നെറ്റ് വർക്ക് ഡൺ മീൻസ് WD1 മൈനസ് WD2 വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നോക്കടാ, അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുകയാണെങ്കിലോ, വർക്ക് ഡൺ അറ്റ് ഫസ്റ്റ് സെക്ഷൻ മൈനസ് വർക്ക് ഡൺ അറ്റ് സെക്കൻഡ് സെക്ഷൻ ഈസ് ഈക്വൽ ടു എന്താ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അറ്റ് സെക്കൻഡ് സെക്ഷൻ മൈനസ് കൈനറ്റിക് എനർജി ഫസ്റ്റ് സെക്ഷൻ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെക്കൻഡ് സെക്ഷൻ മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഫസ്റ്റ് സെക്ഷൻ. ഇവിടെ 1 ഒക്കെ ഒരു ഭാഗത്തും 2 ഒക്കെ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്യുമ്പോൾ വർക്ക് ഡൺ അറ്റ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് potential energy at first section is equal to work done at second section plus kinetic energy at second section plus potential energy at second section ഉണ്ടാവും റീഅറേഞ്ച് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യാണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, പ്ലസ് F1 ഇൻറ്റു ഡെൽറ്റ x1 പ്ലസ് കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു M ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി H1 ആണ് ഇസ് ഈക്വൽ വർക്ക് ഡൺ അറ്റ് സെക്കൻഡ് സെക്ഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, പ്ലസ് കൈനറ്റിക് എനർജി ഹാഫ് V2 സ്ക്വയർ പ്ലസ് അടുത്ത് H2 റോ ജി എന്നുണ്ടാവും. H2 റോ ജി അല്ല, mgH2 എന്നുണ്ടാവും. mgH2. ഇവിടെ നമ്മൾ ഫോഴ്സിനെ പ്രഷർ ഇൻറ്റു ഏരിയ എന്നാക്കും. സോ P1A1 ഡെൽറ്റ x1 പ്ലസ് ഹാഫ് ഇൻറ്റു മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം നാക്കും ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു GH1 ഇസ് ഈക്വൽ ടു P2A ഡെൽറ്റ x2 പ്ലസ് ഹാഫ് റോ ഡെൽറ്റ V2 സ്ക്വയർ പ്ലസ് റോ ഡെൽറ്റ V GH2 എന്നുണ്ടാവും. എല്ലാ സ്ഥലത്തു നിന്നും ഡെൽറ്റ വി ഏരിയ ഇൻറ്റു ലെങ്ത് എന്താ, ഇത് ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി ഏരിയ ഇൻറ്റു ലെങ്ത് എന്താ, വോളിയം. അവൻ കട്ടായി. സോ ഇനി ബാക്കി എന്താ പരിപാടി, എന്താ ബാക്കി എന്താ, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് H1 റോ ജി ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് H2 റോ ജി. ഇതാണ് നമ്മളുടെ എന്ത്, ബെർണോളി പ്രിൻസിപ്പിൾ പ്രകാരമുള്ള നമ്മളുടെ ഡെറിവേഷൻ. അപ്പം ഇത് ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ബെർണോളി പ്രിൻസിപ്പിൾ എന്തായി, പ്രൂഫായി. ഇത് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സർഫസ് ടെൻഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഇറ്റ് കോസസ് കാപ്പിലറി റൈസ് ഇൻ സ്മോൾ ട്യൂബ്സ്. ആയിക്കോട്ടെ, വാട്ട് ഡു യു മീൻ ബൈ സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ് ടെൻസ് ടു ഹാവ് മിനിമം സർഫസ് ഏരിയ ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ സ്ട്രക്ചർ മെംബ്രെയിൻ അണ്ടർ ടെൻഷൻ. അതായത് ഒരു ലിക്വിഡിന്റെ ഫ്രീ സർഫസ് അത് എന്തുപോലെ ബിഹേവ് ചെയ്യും, ഒരു സ്ട്രക്ചർഡ് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ അല്ലേ? ആ ഒരു ഫ്രീ സർഫസ് കൂടാതെ ആ ഫ്രീ സർഫസിന്റെ ഏരിയ മിനിമൈസ് ചെയ്യാനും ശ്രമിക്കും. ആ ഒരു ഫിനോമിന വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്, സർഫസ് ടെൻഷൻ. സോ എന്താ സർഫസ് ടെൻഷൻ? ദ ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ് ടെൻസ് ടു ഹാവ് മിനിമം സർഫസ് ഏരിയ ആൻഡ് ആക്ട്സ് ആസ് എ സ്ട്രക്ചർഡ് മെംബ്രെയിൻ അണ്ടർ ടെൻഷൻ. അതാണ് എന്തെന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അടുത്ത ക്വസ്റ്റ്യൻ. Draw a figure and derive the equation for capillary rise in a tube of radius r. Capillary rise in the equation നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. 2s cos theta by r rho g ആണ് ഇക്വേഷൻ. നേരത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കടാ. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് ഈസ് 60. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് ആണ്. ലിക്വിഡ് ഡ്രോപ്പിന്റെ എക്സസ് പ്രഷർ എത്ര, 60 ആണ്. അത് 2s by r അല്ലേ. എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് എന്താണ്, 2s by r ആണ്. അത് 60 ആണ്. ഇനി
What will be the excess pressure inside a liquid bubble of the same radius formed by the same liquid? Same radius ഒരു ബബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എക്സസ് പ്രഷർ എത്ര ചോദിച്ചാൽ ദാറ്റ് ഈസ് 4s by r. മക്കളെ നമുക്ക് 2 into 2s by r എന്ന് എഴുതാം. 2 into 2s by r 60 ആണ്. So answer is 120 Pascal is the right answer. Okay, അടുത്ത question. Draw the schematic diagram of a hydraulic lift which give its working principle. മക്കളെ ദാ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്താ ഇങ്ങനെ വരച്ചാൽ മതി. ഉള്ളിൽ ഒരു ലിക്വിഡ് കാണിക്കുക ലൈക്ക് ദിസ് ഈസ് ക്ലോസ്ഡ് കൺഫൈൻഡ് ലിക്വിഡ് ആണ്. ഇവിടെ നമ്മൾ പിസ്റ്റൺ കാണിക്കുന്നു ലൈക്ക് ദിസ്. ഇവിടെ നമ്മൾ പിസ്റ്റൺ കാണിക്കുന്നു. ഇതാണ് സ്കീമാറ്റിക് ഡയഗ്രാം. ഓക്കെ, ഇവിടെ F1 ഫോഴ്സ് കൊടുക്കുന്നു, ഇവിടുത്തെ ഏരിയ A1 ആക്കുന്നു. ഇവിടെ നമുക്ക് F2 ഫോഴ്സ് കിട്ടുന്നു, ഇവിടുത്തെ ഏരിയ A2 ആണ്. സോ F1 by A1 is equal to F2 by A2 ആണ് ഈ ഒരു ലിഫ്റ്റിൽ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, അല്ല ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ദാറ്റ് ഈസ് പാസ്കൽസ് ലോ. എന്താ പാസ്കൽസ് ലോ? The pressure applied to a closed confined fluid will transmit undiminished to everywhere and every direction by okay ഇതാണ് എന്ത് പാസ്കൽസ് ലോ. നെക്സ്റ്റ് വൺ ഈസ് ഇതെന്താ മക്കളെ ക്വസ്റ്റ്യൻ എന്താണ്? ബൈ കൺസിഡറിങ് മാസ് കൺസർവേഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഫ്ലോ അറൈവ് അറ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. സോ ഇവിടുന്ന് m1 മാസ് ഡെൽറ്റ ടി ടൈമിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലീവ് ചെയ്യണം എത്ര മാസ്? m2 മാസ് ഡെൽറ്റ ടി ടൈമിൽ. അതായത് ഡെൽറ്റ ടി ടൈമിൽ ഇവിടെ എൻ്റർ ചെയ്യുന്ന മാസ് എത്രയാണോ അതേ മാസേ ഇവിടുന്ന് ഡെൽറ്റ ടി ടൈമിൽ ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് എത്ര എൻ്റർ ചെയ്തു? m1 മാസ്. ഓക്കെ, ഡെൽറ്റ ടി ടൈമിൽ. അപ്പുറത്ത് എത്ര ലീവ് ചെയ്തു? m2 മാസ് ലീവ് ചെയ്തു. പക്ഷേ m1 m2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാം മാസ് എൻറ്റേർഡ് per second in the first section will be equal to mass leave from the second section എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നൗ ലിസൺ. ഇവിടുന്ന് m1 മാസ് ഇവിടുന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഇത്രയും നീളത്തിലാണ് ലിക്വിഡ് എൻ്റർ ആയത് x1 ലെങ്ത്തിൽ. ഇവിടുന്ന് ലീവ് ചെയ്യുമ്പോൾ ഡെൽറ്റ x2 ലെങ്ത് ഉള്ള ഫ്ലൂയിഡ് ആണ് പുറത്ത് ലീവായി പോയത്. അപ്പം ഞാൻ പറയട്ടെ m1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ എന്താ? ഡെൻസിറ്റി ഇൻറ്റു ഇത് V1 കൊടുക്കുക, ഡെൻസിറ്റി ഡെൽറ്റ V2 ബൈ ഡെൽറ്റ ടി എന്ന് കൊടുക്കുക. ഡെൻസിറ്റി കട്ടാവും. അപ്പോൾ ഡെൽറ്റ V1 ബൈ ടി സീക്വൽ V2 ബൈ ടി. എന്താ ഡെൽറ്റ V1? ഇവിടുത്തെ ഏരിയ A1 ആണെന്ന് വിചാരിക്കുക. വോളിയം എന്താ? A1 ഇൻ ഡെൽറ്റ x1 ആണ്. അപ്പോൾ എന്താ വരിക? ഡെൽറ്റ V1 എന്ന് പറഞ്ഞാൽ A1 ഡെൽറ്റ x1 ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ അടുത്ത് എന്താ? A2 ഡെൽറ്റ x2 ബൈ ഡെൽറ്റ ടി. വാട്ട് ഈസ് ദിസ്? വെലോസിറ്റി. അപ്പോൾ എന്താ? A1 V1 is equal to എന്താ വരിക? A2 V2. ഇതാണ് എന്ത്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചാൽ ഡിറൈവ് ചെയ്തോളാം. ഓക്കെ, സോ ഇത് മാസ് കൺസർവേഷൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എൻ്റർ ചെയ്യുന്ന മാസ് ഒരു യൂണിറ്റ് ടൈമിൽ ഡെൽറ്റ ടി ടൈമിൽ എൻ്റർ ചെയ്യുന്ന മാസ് തന്നെ ആയിരിക്കും ഡെൽറ്റ ടൈമിൽ എന്ത് ചെയ്യുക? മാസ് ലീവ് ചെയ്യുന്ന മാസും. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്യുന്ന വോളിയവും ലീവ് ചെയ്യുന്ന വോളിയവും സെയിം ആയിരിക്കും. എൻ്റർ ചെയ്യുന്ന മാസും ലീവ് ചെയ്യുന്ന മാസും സെയിം ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. The onset of turbulence in a fluid is determined by Reynolds number. ഒന്നുമില്ല, ഫ്ലൂയിഡ് ഫ്ലോ എങ്ങനെ തീരുമാനിക്കുന്നത്? എന്താ? റെയ്നോൾഡ്സ് നമ്പറാണ്. റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്താ? റോ വി ഡി ബൈ ഈറ്റ. അപ്പോൾ എന്താ ഇക്വേഷൻ? റോ വി ഡി ബൈ ഈറ്റ. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Schematic diagram of capillary rise in a narrow tube is shown in the figure. Next, arrive at an expression for capillary rise. Capillary rise in the equation ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതാണ്. സോ അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. On the surface of the moon, the liquid in a capillary tube will rise to the dash. മൂണിലാണെങ്കിൽ capillary riseന് എന്താ സംഭവിക്കുക? Capillary riseന്റെ ഇക്വേഷൻ എന്താ? 2s cos theta by r rho g. മൂന്നാവുമ്പോൾ g എന്ത് ചെയ്യും? കുറയും. അപ്പോൾ h എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ g 1/6 ടൈംസ് ആ എർത്ത് ഉള്ള ജിന്റെ 1/6 ടൈംസ് ആണ് എന്തുണ്ടാവുക? മൂണിലുണ്ടാവുക. അപ്പോൾ ഈ ജിക്ക് നിങ്ങൾ g/6 എന്ന് കൊടുത്താൽ ആ 6 മുകളിൽ കയറുകയും 6 ടൈംസ് എർത്തിലെ ഹൈറ്റ് എന്നാവുകയും ചെയ്യും. അപ്പോൾ മൂണിലെ ഹൈറ്റ് എന്തായിരിക്കും? ക്യാപിലറി റൈസ് എന്തായിരിക്കും? എർത്ത് ഉള്ള റൈസിന്റെ 6 ടൈംസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തെന്താ? സ്മോൾ ഡ്രോപ്സ് ഓഫ് വാട്ടർ അസ്യൂംസ് സ്ഫെറിക്കൽ ഷേപ്പ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഡിഫൈൻ സർഫസ് ടെൻഷൻ. എന്താണ് മക്കളെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ?
സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അത് ഇനി അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് വൺ, derive an equation for the excess pressure inside a liquid drop of radius r having surface tension sigma. അപ്പോൾ സാധനം ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആണ്. ഈ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഉള്ളിലുള്ള എക്സസ് പ്രഷർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അതിന് രണ്ട് രീതിയിൽ നമ്മൾ വർക്ക് കാണുക ചെയ്യുക. അതായത് ഈ ഒരു സാധനം കുറച്ചൊന്നും ഇങ്ങനെ എക്സ്പാൻഡ് ആവും അല്ലേ. ഈ ഒരു സാധനം എന്ത് ചെയ്യും, ഒരു ഇത് ആർ റേഡിയസ് ഉള്ള ആൾ എന്ത് ചെയ്യും, ഒരു ഡെൽറ്റ ആർ റേഡിയസിൽ ഇൻക്രീസ് കാണിക്കും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന വർക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരിക. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഡി ആർ എന്ന് കൊടുക്കാം, ഡെൽറ്റ ഡബ്ല്യു എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്. ഫോഴ്സ് ഈസ് പ്രഷർ ഇൻറ്റു എന്താണ്, പ്രഷർ ഇൻറ്റു ഏരിയ ആണ് എന്ത്, ഫോഴ്സ്. ഓക്കെ, സോ ഇവിടുന്ന് പ്രഷർ ഇൻറ്റു ഏരിയ പറഞ്ഞാൽ എന്താ, 4πr², അല്ലേ. മൊത്തം ഏരിയ 4πr². സോ ഇൻറ്റു എന്തുണ്ടാവും ഇവിടെ, ഡെൽറ്റ ആർ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡെൽറ്റ ഡബ്ല്യു. പുട്ട് ഇക്വേഷൻ നമ്പർ 1. ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ വർക്ക് ഡൺ ഇക്വേഷൻ കാണണം. ആ ഇക്വേഷൻ ആണ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. സർഫസ് എനർജി ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ ആണ്. സർഫസ് എനർജിയും സർഫസ് ടെൻഷനും എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയാം. സോ സർഫസ് ടെൻഷൻ ഇൻറ്റു എന്താ മക്കളെ, ചേഞ്ച് ഇൻ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr + ഡെൽറ്റ ആർ ദ ഹോൾ സ്ക്വയർ മൈനസ് 4πr² എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു 4π ഇൻറ്റു r² + 2r ഡെൽറ്റ ആർ പ്ലസ് ഡെൽറ്റ r² എന്ന് വരും, മൈനസ് 4πr² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു 4πr² പ്ലസ് 8πr ഡെൽറ്റ ആർ പ്ലസ് ഡെൽറ്റ r². അപ്പോൾ 4π ഡെൽറ്റ r² മൈനസ് 4πr² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു 4πr² കട്ടാവും. സോ ഈ ടേം ഞാൻ 0 ആക്കി എടുക്കും. കാരണം എന്താ അറിയോ, ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ. അപ്പോൾ ഡെൽറ്റ r² അടിക്കുമ്പോഴോ പിന്നെ അങ്ങ് ചെറുതാവും. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി 0 കൊടുക്കുമ്പം 8πr ഡെൽറ്റ ആർ എന്ന ഇക്വേഷൻ കിട്ടും. സോ ദിസ് ബിക്കംസ് 8 ഇൻറ്റു 8πsr ഡെൽറ്റ ആർ. പുട്ട് ദിസ് ഇക്വേഷൻ നമ്പർ 2. ഡെൽറ്റ ഡബ്ല്യു നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. രണ്ട് ഇക്വേഷൻസും നമ്മളങ്ങ് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വരിക നോക്കടാ, പി ഇ ഇൻറ്റു 4πr² ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു 8πsr ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ ക്യാൻസൽ, പൈ ക്യാൻസൽ, 8 4 ക്യാൻസൽ, ബിക്കംസ് 2 ആവും, ഒരാറും കട്ടാവും. സോ ബാക്കി എന്താ ഉണ്ടാവുക, പി ഇ ഇസ് ഈക്വൽ ടു 2s/r എന്നുണ്ടാവും. സോ എക്സസ് പ്രഷർ ഈസ് 2s/r. Okay, next question. The terminal velocity of a copper ball of radius 2 mm falling a tank of oil 20 degree 6.5 cm per second. Calculate viscosity of the oil at 20 degrees Celsius. So viscosity കാണണം. ഈറ്റിൻ്റെ ഇക്വേഷൻ എന്താ, FL/AV ആണ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ കാര്യം ടെർമിനൽ വെലോസിറ്റി നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ, വി ടി അറിയാം. സോറി, ഇപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. വി ടി ഈസ് ഈക്വൽ ടു 2/9 η r² g ഇൻറ്റു റോ എസ് മൈനസ് റോ എഫ് എന്നുള്ള ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷനിൽ ടെർമിനൽ വെലോസിറ്റി ഓഫ് കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 mm ഫോളിംഗ് എ ടാങ്ക് ഓഫ് ഓയിൽ അറ്റ് 20. അപ്പോൾ ഇതിൽ ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇതാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഏതറിയാം, വി ടി നമുക്കറിയാം, റേഡിയസും നമുക്കറിയാം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് കോപ്പർ ബോളാണ് അല്ലേ, കോപ്പർ ബോളാണ്. കോപ്പർ ബോളിൻ്റെ ഡെൻസിറ്റി അവർ നമുക്ക് തരണം. ഓക്കെ, അതുപോലെ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയും നമുക്ക് എന്ത് ചെയ്യണം, തന്നാലേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, ഈറ്റ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാല്യൂം നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇനി ഈറ്റ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ബൈ മിസ്റ്റേക്ക് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തും കൂടെ തരേണ്ടതുണ്ട്, നമുക്ക് ഡെൻസിറ്റി ഓഫ് സോളിഡ് സ്ഫിയറും ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈറ്റ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇവിടുന്ന് കാണണമെങ്കിൽ ഈറ്റ ഇങ്ങോട്ടേക്ക് എടുക്കുക, വി ടി ഇങ്ങോട്ടേക്ക് എടുക്കുക. സോ ഇക്വേഷൻ ബിക്കംസ് ഈറ്റ ഇസ് ഈക്വൽ ടു
2 by 9 VT into R square G into rho S minus rho F എന്നുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നേരെ സോൾവ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണം. VT മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 6.5 10⁻⁻² ചെയ്യുമ്പോഴാണ് സെൻറ്റിമീറ്റർ എന്താവുക മീറ്റർ ആവുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. And incompressible fluid is flowing through a pipe in steady flow. Okay, derive Bernoulli equation. Bernoulli equation derive ചെയ്യാൻ. Okay, equation എന്താ? P plus half rho V square plus H rho G is equal to a constant. Okay, write one application of Bernoulli's theorem. Bernoulli principle ഒരു application എന്താ മക്കളെ? Torricelli's theorem പറയാം, aerodynamic lift പറയാം, Magnus effect പറയാം, heart attack പറയാം, atomizer of sprayer പറയാം, ഷേപ്പ് ഓഫ് ബുള്ളറ്റ് പറയാം. ഇതൊക്കെ എന്തിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്? ബെർണോളി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. ഏതായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. മക്കളെ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ, രണ്ട് ആളുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താണ്? ഇതാണ് ശരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, തീറ്റ. It is the angle between curved liquid, a straight line. It's the angle between a straight line drawn at the curved liquid surface in contact with the solid and the solid inside the liquid. ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് angle of contact. So it is the angle between a straight line drawn at the curved liquid surface in contact with the solid and the solid inside the liquid is known as angle of contact. Next one. Waterproofing agents are added to create a dash. വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് എന്താ ചെയ്യൽ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂട്ടുക ചെയ്യുക. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ നോൺ വെറ്റിംഗ് പ്രോപ്പർട്ടി കിട്ടും. അപ്പം നമ്മൾ പറയേണ്ടത് എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലാർജ് ആക്കുകയാണ് ചെയ്യുക. എന്താ? ഇപ്പം നമ്മുടെ റൂഫിൽ വെള്ളം വന്നിങ്ങനെ നിൽക്കുന്നു. ഈ വെള്ളം താഴേക്ക് കിനിഞ്ഞിറങ്ങിയാലാണ് അടിയിൽ വീഴുക. അടിയിൽ വെള്ളം എന്ത് ചെയ്യുക? ചോർച്ച ഉണ്ടാവുക. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? വെള്ളം അടിയിലേക്ക് ഇറങ്ങി പോവാതിരിക്കണമെങ്കിൽ ഈ മുകളിൽ നിൽക്കുന്ന വെള്ളം എന്താവരുത്? അധികം പമ്മി നിൽക്കരുത്. അതായത് സർഫസിലേക്ക് ഇങ്ങനെ നിൽക്കാൻ പാടില്ല, അത് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുതലാണ്. അപ്പോൾ ആ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടിയാലേ അങ്ങനെ നിൽക്കുള്ളൂ, നോൺ വെറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? വാട്ടർ പ്രൂഫിംഗ് ഏജൻസിനെ ആഡ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിൽ വരുന്ന വെള്ളമൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തുള്ളികളായി നിൽക്കും. അപ്പോൾ അത് അതിലേക്ക് കിഞ്ഞിറങ്ങൂല. അപ്പോൾ എന്ത് ചെയ്യൂല? അവിടെ ലീക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തിനാ ഇവരെന്താ ചെയ്യൽ? വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് എന്താ ചെയ്യൽ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് കാൽക്കുലേറ്റ് എക്സസ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ഓഫ് റേഡിയസ് 1 millimeter. റേഡിയസ് അറിയാം 1 millimeter ആണ്. അപ്പോൾ 10⁻³ മീറ്റർ ആയി. ഓക്കെ, ജസ്റ്റ് ഫോംഡ് ജസ്റ്റ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഓക്കെ, സോ സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 72 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, കാണാൻ പറഞ്ഞത് എക്സസ് പ്രഷർ അല്ലേ? എന്താ? ബബിളാണ്, പക്ഷേ വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ബബിൾ എന്ന് പറയുമ്പോൾ അത് ഡ്രോപ്പ് പോലെ ഉണ്ടാവുക. അതുകൊണ്ട് എക്സസ് പ്രഷർ 2S/R ഉണ്ടാവുക. 2 × S എന്താ? 72 10⁻³ ബൈ റേഡിയസ് എന്താ? 1 10⁻³ ഇതങ്ങ് കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 144 പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് മക്കളെ? ഇതാണ് നമ്മളുടെ എന്ത്? എക്സസ് പ്രഷർ ഇൻസൈഡ് ദ എന്ത്? ഡ്രോപ്പ് ദിസ് ബബിൾ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ 2S/R നേരെ കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെർണോളി തിയറം ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്ത് തിയറത്തിൻ്റെ ബേസിലാണ് ബെർണോളി ഉണ്ടായത്? കൺസർവേഷൻ ഓഫ് എന്താ? കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഇതിൽ നിന്നാണ് ബെർണോളി പ്രിൻസിപ്പിൾ ഉണ്ടായത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാം. ദാറ്റ് ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. സോളിഡ്സിൽ വരുന്ന വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. യങ്സ് മോഡുലൈ ഓഫ് 3 മെറ്റീരിയൽസ് ആർ ഗിവൺ ഇൻ ദ എബവ് ടേബിൾ. വാട്ട് ഡു യു മീൻ ബൈ യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ നോർമൽ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെയിൻ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. y ഈസ് ഈക്വൽ ടു എടാ നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ. ഇതല്ലേ എന്താ വരിക? FL/A∆L is Young's modulus. Next question. Select the material from the table which shows more elasticity. ഈ താഴെ കൊടുത്തതിൽ ഏറ്റവും അധികം ഇലാസ്റ്റിറ്റി കാണിക്കുന്ന ആരാ?
ഏറ്റവും അധികം ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നല്ല യങ്സ് മോഡുലസ് ഉള്ള ആളാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടിയ ആളാണ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ ഇതിൽ ഞാൻ പറയും സെഡ് ആണ് എന്ത് മോർ ഇലാസ്റ്റിക്. ആരാണ്? സെഡ്. സെഡ് അല്ലേ? ഓക്കെ, സെഡ് തന്നെ. അടുത്ത് the stress strain graph for wires of two materials A and B are given below. Which material is more ductile? ഇതിൽ ആരാണ് ഏറ്റവും അധികം ഡക്റ്റൈൽ? നോക്കടാ, ഇത് നീളം ഇങ്ങോട്ടേക്കുള്ള നീളം കൂടുതൽ ഏക്കല്ലേ, അതുകൊണ്ട് ഡക്റ്റിലിറ്റി ആർക്കാ കൂടുതൽ? ഏക്കാണ്, സംശയമില്ല. അടുത്ത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ സ്പ്രിംഗ് ബാലൻസസ് ആർ കണ്ടിന്യൂസ്ലി യൂസ്ഡ്. സ്പ്രിംഗ് ബാലൻസ് കണ്ടിന്യൂസ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോർ എ ലോങ് ടൈം, കുറേ സമയം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ദേ ഷോ റോങ് റീഡിങ്, എക്സ്പ്ലെയിൻ വൈ. സ്പ്രിംഗ് ബാലൻസ് കുറേ പ്രാവശ്യം ഇങ്ങനെ ഒരുപാട് സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇലാസ്റ്റിക് ഫാറ്റീഗ് ഉണ്ടാവും. എന്തുണ്ടാവും? ഇലാസ്റ്റിക് ഫാറ്റീഗ്. അപ്പോൾ പിന്നെ റോങ് റീഡിംഗ് ആണ് എന്ത് ചെയ്യുക, കാണിക്കുക. അപ്പോൾ ആൻസർ ചെയ്തേണ്ടത് ഇലാസ്റ്റിക് ഫാറ്റീഗ് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് ഫാറ്റീഗ് കൊണ്ടാണ് അത് റോങ് റീഡിംഗ് കാണിക്കുക. ഓക്കെ, ദെൻ ദാറ്റ് സ്പ്രിംഗ് ബിക്കംസ് ലെസ് ഇലാസ്റ്റിക്. അതും കൂടി പറയാം കേട്ടോ. നെക്സ്റ്റ്, the ratio of shear stress to shear strain is. shear stress by shear strain എന്ന് പറഞ്ഞാൽ അത് റിജിഡിറ്റി മോഡുലസ് ആണ്, ഷിയർ മോഡുലസ് ആണ്. സോ ആൻസർ ഈസ് ഫോർത്ത് വൺ. സ്റ്റേറ്റ് ഹുക്സ് ലോ. മകളെ എന്താ ഹുക്സ് ലോ? അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് എന്ത്? ഹുക്സ് ലോ. നെക്സ്റ്റ് വൺ. അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, റിലേഷൻ കൂടെ എഴുതാം. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഫ്രം ഷിയർ. Stress is equal to modulus of elasticity into strain. Okay, next question. A steel rod has a radius of 10 mm. എന്തറിയാം? സ്റ്റീൽ റോഡ് റേഡിയസ് അറിയാം. എത്ര? 10⁻³ മീറ്റർ ആണ്. ആൻഡ് ലെങ്ത്, അതിന് നീളം അറിയാം, 1 മീറ്റർ ആണ്. A 100 kilonewton, 100 into 10⁻³ Newton force stretches it along its length. Calculate the elongation of the steel rod. Y is equal to 2×10⁻11 Pascal ആണ്. സോ ഡെൽറ്റ എൽ നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ഇക്വേഷൻ നമുക്കറിയാം, y is equal to എന്ന് പറഞ്ഞു FL by A ഡെൽറ്റ എൽ എന്ന് പറഞ്ഞു. ഫ്രം ഹിയർ വാട്ട് ഈസ് ഡെൽറ്റ എൽ? ഡെൽറ്റ എൽ ഈസ് FL by AY. മക്കളെ തന്ന വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ചെയ്ത്. വേറെ ഒന്നും എനിക്കിത് അധികം പറയാനില്ല. നേരെ മുകളിൽ നിന്ന് വാല്യൂ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ elongation in meter. Okay, next question. A metal cube of side 10 cm. സാധനം മെറ്റൽ ക്യൂബ് ആണ്, സൈഡ് 10 cm ആണ്, ആയിക്കോട്ടെ. ഈ സബ്ജക്റ്റ് ടു ഷിയർ സ്ട്രെസ്. സോ ഇവിടെ ഷിയർ സ്ട്രെസ് ഉണ്ട്. ഷിയർ സ്ട്രെസ് എത്ര? ഷിയർ സ്ട്രെസ് എത്ര? 10⁴ പാസ്കൽ. ഇനി കാൽക്കുലേറ്റ് റിജിഡിറ്റി മോഡുലസ്. എന്ത് കാണണം? ഷിയർ മോഡുലസ് ഓഫ് റിജിഡിറ്റി മോഡുലസ് കാണണം, G കാണണം. If the top of cube is displaced by, top of cube എത്ര ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്? Top of cube is displaced by 0.05 10⁻² meter അല്ലേ? 0.05 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 0.05 10⁻² മീറ്റർ എന്നാ. അത്രയും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ അവിടുത്തെ എന്ത് കാണണം? ഷിയർ മോഡുലസ് കാണണം. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഷിയർ മോഡുലസ്? Shear modulus is equal to shear stress by shear strain. So shear stress is 10⁴ Pascal and shear strain is, what is shear strain? Shear strain എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഈ നീളമാണ് അല്ലേ? ഈ നീളം എന്ന് പറഞ്ഞാൽ മക്കളെ 10 സെന്റിമീറ്റർ അല്ലേ? 10⁻² മീറ്റർ ആണ്. സോ എന്താ വരിക? 0.05 10⁻² by 10⁻² ഉണ്ടോ? അത് കട്ടാവും. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു 5 10⁻² by 10. That becomes 5 10⁻³ എന്നുണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 10⁻³ സോൾവ് ചെയ്യുമ്പോൾ 1/5 0.2 10⁻⁷ or 2 × 10⁻⁶ Pascal is the shear modulus. ഓക്കെ, ഇങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് നോക്കണം. The stress strain curve of two bodies A and B are given below. രണ്ട് ബോഡിന്റെ stress strain curve ഉണ്ട്. Which of the materials has greater Young's modulus? ഒരു സംശയം വേണ്ട, ഏക്കാണ് എന്ത്? greater Young's modulus, because ഈ സ്ലോപ്പ് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത് which of the two materials is preferable to use as a rope in a crane? Substantiate your answer. rope in a crane യൂസ് ചെയ്യുക ഏതാണ്? A ആ. കാരണം നോക്കിക്കേ, ഫ്രാക്ചർ പോയിന്റിന്റെ കറസ്പോണ്ടിങ് സ്ട്രെസ് ആർക്ക് കൂടുതലാ? എക്ക് കൂടുതലാണ്. അപ്പോൾ എ ഫ്രാക്ചർ ആവല് ഹൈ സ്ട്രെസ്സിലാണ്.
അതുകൊണ്ട് ക്രെയിൻ്റെ റോപ്പ് ഫ്രാക്ചർ ആവാൻ പാടില്ല. അപ്പോൾ എന്റെ ക്രെയിൻ്റെ റോപ്പിന്റെ ഫ്രാക്ചർ പോയിന്റിൽ വരുന്ന സ്ട്രെസ് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അത് ബിയിൽ എന്താണ്? കുറവാണ്. എയിൽ കൂടുതലാണ്. സോ എ ആയിരിക്കും എന്ത്? ക്രെയിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റോപ്പ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ മെറ്റാലിക് വയർ ഈസ് ഷോൺ ബിലോ. സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ദി പോയിന്റ് ബി ലേബിൾഡ് ഇൻ ദ ഗ്രാഫ്. മക്കളെ ഈ പോയിന്റിന്റെ പേരെന്താ? ഇതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ. അടുത്ത്. ഫോർ മെറ്റീരിയൽ ലൈക്ക് കോപ്പർ ദ പോയിന്റ് ജി ആൻഡ് ഇ ആർ. ഓക്കെ. പോയിന്റ്സ് ഡി ആൻഡ് ഇ ആർ. ഓക്കെ. അപ്പം കോപ്പർ മെറ്റീരിയലിൽ ഈ ഡിയും ഇയും തമ്മിലുള്ള അകലം എന്താ? കൂടുതലാണോ കുറവാണോ? കൂടുതൽ. കാരണം കോപ്പർ എന്താ? ഡക്റ്റൈൽ ആണ്. ഡക്റ്റൈൽ ആണെങ്കിൽ ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. അതുകൊണ്ട് അത് ഡക്റ്റൈൽ ആയത് തന്നെ. ഓക്കെ. അപ്പോൾ എന്താ ആൻസർ? അത് ഫാർ അപ്പാർട്ട് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The stress required to double the length of wire of Young's modulus Y is. മക്കളെ ഒരു യങ്സ് മോഡുലസ് Y ഉള്ള എന്തുണ്ട്? ഒരു മെറ്റീരിയൽ ഉണ്ട്. അതിന് സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് വയർ ആ ചോദിച്ചത്. ഓക്കെ. ഓഫ് യങ്സ് മോഡുലസ് Y is. അപ്പം എന്താ? Y യങ്സ് മോഡുലസ് ഉള്ള ഒരു വയറിൽ എത്ര സ്ട്രെസ് കൊടുത്താലാണ് അതിൻ്റെ ലെങ്ത് എന്താവുക? ഡബിൾ ആവുക. ആയിക്കോട്ടെ. ഇനീഷ്യൽ ലെങ്ത് L ആയിക്കോട്ടെ. ലെങ്ത് ഡബിൾ ആകുമ്പോൾ ഡെൽറ്റ എല്ലും എന്താവണം? L ആവണം. കാരണം 12 ആവണം. L 12 ആവണം. L 12 ആവണ സമയത്ത് ഡെൽറ്റ എൽ എന്താ വരിക? L വരിക അല്ലേ? അപ്പൊ എന്താണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ശരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്നും എഴുതാം. യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്താ? ഡെൽറ്റ എൽ L ആണ് ബൈ L. ആൻസർ ഈസ് Y എന്നുണ്ടോ? So answer is Y is the right answer. Okay. അപ്പോൾ stress is equal to അതായത് യങ്സ് മോഡുലസ് എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് എന്താ? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിൻ കാണും. ഡെൽറ്റ എൽ എന്താ? L ബൈ L 1. സോ യങ്സ് മോഡുലസ് ആണ് സ്ട്രെസ് വരിക. ഓക്കെ. സോ നെക്സ്റ്റ്. എ വയർ ഓഫ് ലെങ്ത് 1.5 മീറ്റർ ആൻഡ് ഡയമീറ്റർ 0.02. അപ്പം ഒരു വയറുണ്ട്. ആ വയറിൻ്റെ നീളം എത്രയാണ്? L is equal to 1.5 മീറ്റർ ആണ്. ആൻഡ് ഡയമീറ്റർ അപ്പോൾ റേഡിയസ് എടുക്കാം 0.25/2 സെൻറ്റിമീറ്റർ. മീറ്റർ ആക്കുമ്പോൾ 10⁻² മീറ്റർ ആയി. ഈസ് ലോഡഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് എഫ് എത്ര? 98 ന്യൂട്ടൺ ആണ്. ആൻഡ് എന്താണ്? ദ ഇൻക്രീസിങ് ലെങ്ത് ഓഫ് ദി വയർ ഈസ്. മക്കളെ ഡെൽറ്റ എൽ എത്ര? ഇൻക്രീസിങ് ലെങ്ത് ഓഫ് വയർ ഈസ് എത്ര? ഇൻക്രീസിങ് ലെങ്ത് ഓഫ് വയർ ഈസ് 1.5 10⁻⁻4 മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ടെൻസൈൽ സ്ട്രെസ് കാണണം അല്ലേ? സ്ട്രെസ് കാണണം. പിന്നെ ഫ്രാക്ഷണൽ ചേഞ്ചിങ് ലെങ്ത് ഡെൽറ്റ L ബൈ L കാണണം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഏരിയ കാണണം. ഏരിയ എങ്ങനെ മക്കളെ കാണുക? ഏരിയ കാണാൻ πr² ചെയ്താൽ മതി. 6 നമ്മളെ കയ്യിലുണ്ട്. സോ ഏരിയ കിട്ടി. ഇനി നമുക്ക് കാണുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ സ്ട്രെസ് കിട്ടി മക്കളെ എന്താ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് വരിക. ഓക്കെ ആണല്ലോ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഏരിയ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം എന്തായി? ഈ ആൻസർ നമുക്ക് കിട്ടും. ഇനി അടുത്ത് കാണാൻ പറഞ്ഞ ഡെൽറ്റ L ബൈ L ആണ് കാണാൻ പറഞ്ഞത്. മക്കളെ ഡെൽറ്റ L ബൈ L കാണാൻ ഫ്രാക്ഷണൽ ചേഞ്ചിങ് ലെങ്ത് ആ പറഞ്ഞത് അല്ലേ? ഡെൽറ്റ L നിങ്ങളെ കയ്യിലുണ്ട്, L നിങ്ങളെ കയ്യിലുണ്ട്. അപ്പം എന്താ? ഡെൽറ്റ L ബൈ L നേരം കാണുക. അപ്പം എന്താ വരിക? ഡെൽറ്റ L ബൈ L ഇസ് ഈക്വൽ ടു 1.5 10⁻⁻4 ബൈ 1.5. സോ കട്ട് ഓഫ് ആൻസർ വിൽ ബി 10⁻⁻4 എന്നുണ്ടാവും. ദിസ് ഈസ് എന്ത്? fractional change in length of the wire, right? Okay. അടുത്ത question. The Young's modulus of rubber is greater than that of steel, less than that of steel. മക്കളെ എത്രയേ ഉള്ളൂ? റബ്ബർ ആണോ സ്റ്റീൽ ആണോ മോർ ഇലാസ്റ്റിക്? അത് സ്റ്റീലാണ്. എന്തുകൊണ്ട്? സ്റ്റീലിനാണ് കൂടുതൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഉള്ളത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ സ്റ്റീലിനാണ്. അതുകൊണ്ട് സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക്. ഓക്കെ. സോ ഇവിടെ ആരാ? യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എന്താണ്? സ്റ്റീലാണ് ആൻസർ വരിക. ഓക്കെ. നെക്സ്റ്റ്. ബീം ഓഫ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷണൽ ഷേപ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. സോ ഇതിൽ ഏതാണ് മോർ എന്താണ്? ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ റെയിൽവേ ട്രാക്ക് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഷേപ്പാണ് യൂസ് ചെയ്യുക? ബി എന്ന ഷേപ്പാണ് യൂസ് ചെയ്യുക. റീസൺ എന്ന് പറഞ്ഞാൽ ബി എന്ന ഷേപ്പിന് കൂടുതൽ മൊമെന്റ് ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. കൂടുതൽ മൊമെന്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ആർക്കാണ് കൂടുതൽ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക? ബിക്ക്.
അതുകൊണ്ടാണ് നമ്മൾ ബി ഷേപ്പാണ് എന്തിൽ യൂസ് ചെയ്യുക, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജുകളിലും കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ ട്രാക്കുകളിലൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം ഇതിന് കൂടുതൽ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ തെർമോഡൈനാമിക്സിലെ കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. തെർമോഡൈനാമിക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു പി വി ഡയഗ്രാം തന്നിട്ടുണ്ട്. 2 ഗ്രാഫ് ഉണ്ട്, 2 പി വി ഡയഗ്രാംസ് ആണ്. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ഐസോബാറിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ പ്രോസസ്. ഐസോബാറിക് ആണോ? ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ കെപ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ ആണെങ്കിൽ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അടുത്ത്, യൂസിംഗ് ദ എബവ് ഗ്രാഫ് ഫൈൻഡ് ദ പ്രോസസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് മാക്സിമം, ഗിവ് റീസൺ. ഇതെന്താണ് മക്കളെ? ഇതെന്ത് പ്രോസസ് ആണ്? ഇത് ഐസോബാറിക് ആണ്. ഐസോബാറിക് ആണ്. ഇതെന്ത് പ്രോസസ് ആണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. ഓക്കെ, ഇതിൽ ഏതിലാണ് കൂടുതൽ വർക്ക് ഡൺ? പി വി ഡയഗ്രത്തിൽ ആർക്കാ വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ ആർക്കാണോ ഏരിയ കൂടുതലുള്ളത് അയാൾക്കല്ലേ കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക. ഇതെന്താ? ഐസോബാറിക് പ്രോസസിന്റെ വർക്ക് ഡൺ ആണ്. ഇനി ഇതെന്താ മക്കളെ? ഇതെന്താ? ഇത് ഐസോതെർമൽ പ്രോസസിന്റെ വർക്ക് ഡൺ ആണ്. ആരാ കൂടുതൽ? ഐസോബാറിക്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഐസോബാറിക് ആണ് എന്ത്? ഐസോബാറിക് പ്രോസസ്സിലാണ് എന്ത്? കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക. കാരണം ഏരിയ അണ്ടർ പി വി ഡയഗ്രാം ഗീവ്സ് ദ വർക്ക് ഡൺ. സോ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം ഫോർ ഐസോബാറിക് പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഏരിയ അണ്ടർ ദ ഐസോതെർമൽ പ്രോസസ്. That's all. Okay, next question. What is the difference between isothermal and adiabatic process? എന്താ? ഐസോതെർമൽ ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അഡിയബാറ്റിക്കിലോ? അഡിയബാറ്റിക്കിൽ there is no heat addition or heat rejection from the system ആണ്. ഓക്കെ, സോ ഐസോതെർമലിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, എന്നാൽ അഡിയബാറ്റിക്കിൽ ഹീറ്റ് കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് വ്യത്യാസം. അടുത്ത്, എക്സ്പ്ലെയിൻ കാർനോട്ട് സൈക്കിൾ. എക്സ്പ്ലെയിൻ കാർനോട്ട് സൈക്കിൾ, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ടാകും, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇവിടെ ഒരു സിങ്ക് ഉണ്ടാകും. എന്തുണ്ടാകും? സിങ്ക്. ഇത് ഒരു എന്താണ്? ഒരു പിസ്റ്റൺ സിലിണ്ടർ പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പിസ്റ്റൺ സിലിണ്ടറിൽ ഇത് ഈ ഒരു ഭാഗം അഡിയബാറ്റിക് വാള് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇതും അഡിയബാറ്റിക് വാൾ, ഇതും അഡിയബാറ്റിക് വാൾ. അടിയിൽ അഡിയബാറ്റിക് വാൾ ഇല്ല. അപ്പം ഞാൻ ഈ ഒരു സിസ്റ്റത്തിന് ആദ്യം ഞാൻ ഈ സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കും. സോഴ്സ് ടെമ്പറേച്ചർ T1. ഓക്കെ, സോഴ്സ് ടെമ്പറേച്ചർ T1. ഓക്കെ, ഇവിടെ കൊണ്ടുപോയിക്കും. ഇവിടെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് Q1 ഹീറ്റ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. Q1 ഹീറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ മാറില്ല. അപ്പോൾ ഐസോതെർമലി ഈ പിസ്റ്റൺ ഒന്ന് എക്സ്പാൻഡ് ആവും. ഐസോതെർമലി ഈ പിസ്റ്റൺ പൊങ്ങും. ഈ പിസ്റ്റൻ്റെ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇതിനെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിക്കുന്നറിയോ? ഞാൻ എന്താ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കും, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കും. അങ്ങനെ വെക്കുമ്പോൾ അവിടെ വെച്ച് അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കും. അത് കഴിഞ്ഞ് എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇനി ഞാൻ ഈ സിങ്കിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കുമ്പോൾ സിങ്ക് ലോ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ നടക്കും, പിസ്റ്റൺ താവും. അങ്ങനെ ഞാൻ ആ കംപ്രഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ അവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഹീറ്റ് പോവും, Q2 എമൗണ്ട് ഹീറ്റ് പോവും. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇയാളെ ഞാൻ പൊക്കിയിട്ട് എന്ത് ചെയ്യും? ഇയാളെ പൊക്കിയിട്ട് ഞാൻ ഇയാളെ ഞാൻ പൊക്കിയിട്ട് വീണ്ടും എവിടെ കൊണ്ടുപോയേക്കും? ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയേക്കുമ്പോൾ അഡിയബാറ്റിക് എന്ത് നടക്കും? കംപ്രഷൻ. അപ്പോൾ എന്താ? ഫസ്റ്റ് എന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. 4 പ്രോസസ്സ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഐസോതെർമൽ എക്സ്പാൻഷനിൽ Q1 ഹീറ്റ് ഉള്ളിൽ കയറും, ഐസോതെർമൽ കംപ്രഷനിൽ Q2 ഹീറ്റ് പുറത്തു പോകും. ഓക്കെ, എനിവേ ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ എഫിഷ്യൻസി കാണണം. ഓക്കെ, ഇതിൻ്റെ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് മക്കളെ ഇവിടെ നമ്മൾ കാർനോട്ട് എഞ്ചിൻ്റെ ഇതിൻ്റെ ഇത് വരയ്ക്കണം, പി വി ഡയഗ്രാം വരയ്ക്കണം. എന്ത് വരയ്ക്കണം? പി വി ഡയഗ്രാം. സോ പി വി ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. പി വി ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. പി വി ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ ആണല്ലോ? പി വി. ഇവിടെ പ്രഷർ P1, വോളിയം V1, പ്രഷർ P2, വോളിയം V2.
pressure P3, volume V3, pressure P4, volume V4, where temperature, the graph ingane variya, where temperature T1, where temperature T2. Okay ആണല്ലോ? ഓക്കെ, ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഇത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇത് ഐസോതെർമൽ കംപ്രഷൻ, ഇത് അഡിയബാറ്റിക് കംപ്രഷൻ. ദാറ്റ്സ് ഓൾ. ഇനി ഇവിടെ നമ്മൾ വർക്ക് ഡൺ, അതായത് നമുക്ക് എഫിഷ്യൻസി കാണണമെങ്കിൽ നെറ്റ് വർക്ക് ഡൺ കാണണം ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ചെയ്താൽ മതി. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ. മക്കളെ ഇവിടെ ഈ ഫസ്റ്റ് ഇതിന് മുകളിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് കയറി Q1. ആ Q1 എന്ന ഹീറ്റ് അത് അവിടെ ചെയ്യുന്ന വർക്കിന് ഈക്വലാ. ഇവിടെ എന്ത് വർക്കാ? ഐസോതെർമൽ വർക്കാ. ഐസോതെർമൽ വർക്ക് എന്ന് പറയുമ്പോൾ നോക്കണം, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇതെന്താ ഡി ആണ്. സോ ഐസോതെർമൽ വർക്ക് ഡൺ WAB എന്ന് പറഞ്ഞാൽ ഐസോതെർമലിൻ്റെ ഇക്വേഷൻ ആണ് 2.303 nRT log V2 by V1. ഇതാണ് T1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിൽ നടന്ന വർക്ക് നമ്മൾ കണ്ടെത്തി. ഇനി അടുത്ത വർക്ക്, ഈ ഒരു പ്രോസസ്സിൻ്റെ വർക്ക് നമുക്ക് കാണണം. ആ വർക്ക് എന്ന് പറഞ്ഞാൽ WCD ആണ്. എത്ര? അതും ഐസോതെർമൽ ആയതുകൊണ്ട് 2.303 nRT2 log V4 by V3 എന്നുണ്ടാവും. V4 by V3. നൗ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ W നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ വരിക ഈ രണ്ട് വർക്കിൻ്റെയും ഡിഫറൻസ് ആണ് വരിക. ഈ രണ്ട് വർക്കിൻ്റെയും ഡിഫറൻസ് എന്നല്ല, ആ രണ്ട് വർക്കിൻ്റെയും സം എടുത്താൽ മതി. ഇത് ശരിക്കും ഒരു നെഗറ്റീവ് വാല്യൂ ആ കിട്ടുക. അപ്പം സം എടുത്താൽ തന്നെ എന്താവും? ഡിഫറൻസ് ആവും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്. ലിസൺ, ദാ 2.303 nRT1 log V2 by V1 plus 2.303 nRT2 log V4 by V3 whole divided by Q1 എന്ന് പറഞ്ഞാൽ 2.303 nRT1 log V2 by V1 ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, നൗ എടാ മക്കളെ 2.303 nR ഈ ലോഗ് V4 by V3 എന്നുള്ളത് ഞാൻ V3 by V4 നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് പുറത്ത് കൊടുത്താൽ മതി. ലോഗ് A by B എന്താ? മൈനസ് ലോഗ് B by A ആണ്. അപ്പം ഞാൻ എഴുതാൻ പോവാണ് 2.303 nRT log V2 by V1 മൈനസ് 2.303 nRT log V3 by V4 എന്നെഴുതാം. whole divided by 2.303 nRT1 log V2 by V1. ഇനി മനസ്സിലാക്കേണ്ടത് V2 by V1 എന്ന് പറഞ്ഞാൽ V2 by ഇവിടുന്ന് ഈ വോളിയം ബൈ ഈ വോളിയം എന്ന് പറഞ്ഞാൽ ഈ വോളിയം ബൈ ഈ വോളിയത്തിന് ഈക്വലാ. അതൊന്ന് ബൈ ഹാർട്ട് വെച്ചോ. അത് നമുക്ക് ചെയ്തുണ്ടാക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ചെയ്യേണ്ടത്. അപ്പോൾ V2 by V1 എന്ന് പറഞ്ഞാൽ V3 by V4 ആണ്. അപ്പോൾ V3 by V4 നമുക്ക് എന്ത് കൊടുക്കാം? V2 by V1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് രണ്ടും കോമൺ ആക്കിയെടുത്ത് ഇതുവരെ കട്ട് ചെയ്യാം. 2.303 കോമൺ ആക്കിയെടുത്ത് ഇതുവരെ കട്ട് ചെയ്യാം. N-ഉം R-ഉം നമുക്ക് ഇത് T1 ആണ്. N-ഉം R-ഉം കോമൺ ആക്കിയെടുത്ത് കട്ട് ചെയ്യാം. കഴിഞ്ഞ വരും എന്താ ആൻസർ എന്താ? T1 മൈനസ് T2 by T1 ദാറ്റ് ഈസ് ഈക്വൽ ടു T1 by T1 മൈനസ് T2 by T1 is equal to 1 minus T2 by T1 is the expression for efficiency. ഉണ്ടാവും. പരിപാടി വേഗം തീർന്ന്. ഈ രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പഠിച്ചാൽ മതി. നമുക്ക് എന്തായി? കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിൻ്റെ ഇക്വേഷനായി. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് കോൺസെപ്റ്റ്സും ഓരോന്നും എങ്ങനെ വരുന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുണ്ട്. തൽക്കാലം ഡെറിവേഷൻ ചോദിക്കുള്ളൂ. അത് ചോദിച്ചാൽ ആഡ് ചെയ്താൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. Two systems in thermal equilibrium with a third system are in thermal equilibrium with each other. രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയം ആണ്. അവർ മൂന്നാമത് സിസ്റ്റവുമായി തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ മൂന്നാളും എന്താ? പരസ്പരം തെർമൽ ഇക്വിലിബ്രിയം ആണ്. ആയിക്കോട്ടെ. ഐഡന്റിഫൈ ദ ലോ വിച്ച് ഗിവൺ ബൈ ദി സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, സീറോത്ത് ലോ ആണോ? സീറോത്ത് ലോ. ഏത് ലോ ആണ്? സീറോത്ത് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോകോറിക് പ്രോസസ് ഈസ്. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം മാറൂല. വോളിയം മാറണത് വർക്കാ മക്കളെ. വർക്ക് ഈസ് സീറോ. Isocorical work done എന്താ മക്കളെ? സീറോ. The branch of physics that was developed to understand and improve the working of heat engine is thermodynamics.
ഹീറ്റ് എഞ്ചിനും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് വരിക? തെർമോഡൈനാമിക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ചേഞ്ച് ഇൻ എനർജി ആൻഡ് വർക്ക് ഡൺ. എങ്ങനെ? ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആൻഡ് ദ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. Next question. Next question is എന്താ മക്കളെ? Derive the relation Cp minus Cv is equal to R, where Cp Cv ഒക്കെ എന്താ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ Cp minus Cv is equal to R ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ Cv ചെയ്ത് എന്താ മക്കളെ? Cv ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയാണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ ശരിക്കും ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഡെൽറ്റ ഡബ്ല്യു 0 ആകുമ്പോൾ എന്താ വരിക? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആണ് വരിക. ഓക്കെ, എന്ത്? സി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ വി ആണ്. ആയിക്കോട്ടെ, ഇനി എന്താ മക്കളെ സി പി എന്ന് പറഞ്ഞാൽ എന്താ? സി പി പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. കോൺസ്റ്റന്റ് പ്രഷർ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്, ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നുണ്ടാവും. ദാറ്റ് ബിക്കം സി പി is equal to ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഉണ്ടാവും. സി പി is equal to സി വി പ്ലസ് വാട്ട് ഈസ് പി ഡെൽറ്റ വി? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആർ ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പോൾ എൻ 1 ആക്കി എടുക്കുകയാണെങ്കിൽ ആ ഡെൽറ്റ ടി എഴുതിയാൽ മതി, ആർ ഡെൽറ്റ ടി. ഫ്രം ഹിയർ വാട്ട് ഈസ് ആർ? പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ്. സോ പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ആർ കൊടുക്കാം. അപ്പോൾ എന്താ? സി പി is equal to സി വി പ്ലസ് ആർ, സി പി മൈനസ് സി വി is equal to ആർ. പരിപാടി. ഓക്കെ, മേയേഴ്സ് റിലേഷൻ ആണ്, മേയേഴ്സ് റിലേഷൻ. അടുത്ത് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ പറഞ്ഞു നമ്മൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈസ് ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് ദ റേറ്റ് ഓഫ് 100 ജൂൾ പെർ സെക്കൻഡ്. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് മക്കളെ എന്ത്? 100 ജൂൾ പെർ സെക്കൻഡ്. ഈ സിസ്റ്റം പെർഫോംസ് വർക്ക് അറ്റ് ദ റേറ്റ് ഓഫ് 75 ജൂൾ പെർ സെക്കൻഡ്. സോ വർക്ക് ഡൺ അറ്റ് ദ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം എന്താ? 75 ജൂൾ പെർ സെക്കൻഡ്. സോ കാണാൻ പറഞ്ഞത് ഇന്റേണൽ എനർജി ഇൻക്രീസ്, ദ ഇന്റേണൽ എനർജി ഇൻക്രീസ്. അപ്പോൾ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി കാണണം. സോ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ ഡെൽറ്റ ക്യൂ? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സോ ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി is equal to ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ 100 ആണ്, is equal to ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് 75 ഉണ്ടാവും. ഫ്രം ഹിയർ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി is equal to 25 ജൂൾ പെർ സെക്കൻഡ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ. ശരി, ആ വാല്യൂ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. നെയിം ദ പ്രോസസ് ഇൻ എ കാർനോട്ട് സൈക്കിൾ. നെയിം ദ പ്രോസസ് ഇൻ എ കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിളിലെ പ്രോസസ്സൊക്കെ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, 4 ക്യാൻ യു ഡിസൈൻ എൻ എൻജിൻ 100% എഫിഷ്യൻറ്റ് 100% എഫിഷ്യൻസി? നിങ്ങൾക്ക് 100% എഫിഷ്യൻസി ഉള്ള എൻജിൻ ഉണ്ടാക്കാൻ പറ്റുമോ? നോട്ട് പോസിബിൾ. കാരണം എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ ഈസ് 1 - T2 by T1. ഹിയർ ഈ എഫിഷ്യൻസി വിൽ ബി 100% വെൻ T2 ബിക്കംസ് 0 Kelvin. T2 0 Kelvin ആയാലേ എഫിഷ്യൻസി 100% ആവുള്ളൂ. അതായത് T2 പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് സിങ്ക്. ടെമ്പറേച്ചർ ഓഫ് സിങ്ക് 0 Kelvinലാക്കാൻ പറ്റില്ല. കാരണം എന്താ ചോദിച്ചാൽ 0 Kelvin എന്ന് പറഞ്ഞാൽ that temperature is very less temperature. We can't reach at that temperature. നമുക്ക് ആ ടെമ്പറേച്ചറിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 100% എഫിഷ്യൻസി ഉള്ള എൻജിൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളൊരു 36 × ഒരു 2 അടിച്ചതിന് ശേഷം 10-70ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്ററിൽ നിന്നും വരുന്ന വളരെയധികം പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്ന് കരുതി ഇത് മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങൾ ചാപ്റ്റർ ഫുള്ള് പഠിക്കണം. ഫുള്ള് പഠിക്കുക, ഇല്ലെങ്കിൽ മാത്സിൻ്റെ മാതിരിയാവും. മാത്സ് പിന്നെ ചെയ്ത മാതിരി മാത്സ് നിങ്ങൾക്ക് എന്താ പറയുക ഇൻബൗണ്ട് സിലബസ് എന്നാണ് പറയുന്നത്. പക്ഷേ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചിട്ടില്ല.
എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ അതുപോലെ ഫിസിക്സ് നിങ്ങൾക്ക് അങ്ങനെ ആവരുത്. അതുകൊണ്ട് എല്ലാം പഠിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ സപ്പോർട്ടീവായിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഉൾക്കൊള്ളിച്ച് പഠിക്കുകയും ചെയ്യുക. ചിലപ്പോൾ ഇതിൽ നിന്ന് നല്ല മാർക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നു തരും. ഓക്കെ, ഞാൻ കുറഞ്ഞ സമയം എടുത്തിട്ടുള്ളൂ. ഏകദേശം ഞാൻ എടുത്തത് 1 മണിക്കൂറാണ് എടുത്തത്. ഈ 1 മണിക്കൂറിൽ 3 ചാപ്റ്ററിൽ അത്യാവശ്യം നല്ല മാർക്കിന് വേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, സോ നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.